listen carefully. Empowering ethically and enabling our youth through debates and thoughts. Only on White Tips. വൈറ്റ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ സമൂഹം ഇന്ന് നേരിടുന്ന ഒരു വലിയ പ്രശ്നത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സമൂഹത്തിൻ്റെ മാനസിക ആരോഗ്യം കുത്തനെ താഴേക്ക് പോകുന്നു. അതിൻ്റെ അനന്തര ഫലങ്ങൾ നമ്മുടെ സമൂഹം അനുഭവിക്കുന്നു. ഈ കാര്യമാണല്ലോ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്ത് തുടങ്ങിയത്. ഇനി അതിൻ്റെ വിവിധ മാനങ്ങൾ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കൂടുതലായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുക്കുവാൻ വന്നിരിക്കുന്നത് തിരുവല്ല പുഷ്പഗിരി മെഡിസിറ്റി കോളേജിലെ സ്റ്റുഡൻസാണ്. അവരെ വളരെ സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. ആ ചർച്ചകൾക്ക് നേതൃത്വം നൽകുവാനായി വന്നിരിക്കുന്നത് പുഷ്പഗിരി മെഡിസിറ്റി കോളേജിലെ അധ്യാപകരായിട്ട് വന്നിട്ടുള്ളവരെ പ്രത്യേകിച്ച് ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ കെ ജോർജ് വർഗീസ്, പ്രിൻസിപ്പൽ, ഡെന്റൽ കോളേജ് പുഷ്പഗിരി മെഡിസിറ്റി. പ്രൊഫസർ ദീപ്തി മാത്യു, അസോസിയേറ്റ് പ്രൊഫസർ പുഷ്പഗിരി മെഡിസിറ്റി. സിസ്റ്റർ അനില FDSHJ, പുഷ്പഗിരി മെഡിസിറ്റി. റവറൻ ഡോക്ടർ ജോർജ് വർഗീസ്, മാർത്തോമ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെന്റർ, എറണാകുളം. ഇന്നത്തെ ചർച്ചയിൽ എങ്ങനെ നമ്മുടെ മാനസിക ആരോഗ്യം വീണ്ടെടുക്കാനായിട്ട് സാധിക്കും, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. മാനസികാരോഗ്യം എന്ന് പറഞ്ഞാൽ ശരിക്കും എങ്ങനെ നമ്മളൊരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുന്നു. ഇപ്പം സന്തോഷമാണേലും ദുഃഖമാണേലും എങ്ങനെ നമ്മൾ അതിനെ എങ്ങനെ കാണുന്നു, അതാണ്. മാതാപിതാക്കളും ജോലി കാരണം അവർക്ക് സമയം കിട്ടുന്നില്ല. സത്യത്തിൽ എൻ്റെ വീട്ടിലാണ് മൂത്ത കുട്ടി വന്ന് എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഇപ്പം എനിക്ക് സമയമില്ല, ഞാൻ പിന്നെ കേൾക്കാം, നീ പൊക്കോളാൻ. കുടുംബത്തിന്റെ അന്തരീക്ഷം ആദ്യം തന്നെ കുടുംബത്തിലെ അപ്പനും അമ്മയും തമ്മിൽ നല്ലൊരു ധാരണയിലായിരിക്കണം. അതായത് നല്ലൊരു അറ്റ്മോസ്ഫിയർ, നല്ലൊരു ഫാമിലി അറ്റ്മോസ്ഫിയർ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഫാമിലിയിൽ വളർന്നു വരുന്ന കുട്ടികളും നല്ല അടിസ്ഥാനപരമായ മൂല്യങ്ങളിൽ വളർന്നു വരത്തുള്ളൂ. ഒരു ടോട്ടൽ ഡെവലപ്മെന്റ് ഓഫ് ദി ചൈൽഡ് ഒരിക്കലും മാതാപിതാക്കൾ ചിന്തിക്കാറില്ല. മാനസിക ആരോഗ്യം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അത് ഭവനത്തിൽ നിന്ന് തുടങ്ങേണ്ടതാണ്. ഭവനാന്തരീക്ഷം ആരോഗ്യമുള്ളതായാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ആരോഗ്യമുള്ളവരായിട്ട് വളർന്നു വരും. മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് എത്രമാത്രം സമയം കൊടുക്കുന്നുവോ അവർക്ക് അക്കാഡമിക് ഏരിയയിലുള്ള പ്രഷറിനേക്കാൾ കൂടുതലായിട്ട് അവരുടെ ജീവിതത്തോടുള്ള അവരുടെ കൺസേൺ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളോട് പ്രകടിപ്പിച്ചാൽ അത് കൂടുതൽ അവരുടെ മെൻ്റൽ ഹെൽത്ത് ഡെവലപ്പ് ചെയ്യുവാൻ സഹായകരമായി തീരും. ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചർച്ച ചെയ്തു. അതോടൊപ്പം സ്ഥാപനങ്ങൾ എന്തുമാത്രം ഈ മാനസിക ആരോഗ്യത്തിന് അവിടുത്തെ വിദ്യാർത്ഥികളെ സഹായിക്കാം എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്ത് തുടങ്ങിയത്. സ്ഥാപനങ്ങൾക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്, ഭവനത്തിന് മാത്രമല്ല. അപ്പോൾ സ്ഥാപനങ്ങളിൽ നിങ്ങൾ പറഞ്ഞു തുടങ്ങിയത് അധ്യാപകർ കുഞ്ഞുങ്ങളുമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധം പുലർത്തുകയും അവരെ താരതമ്യം ചെയ്യാതെ അവർക്ക് ആവശ്യമായിരിക്കുന്ന ഒരു പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്താൽ ഞങ്ങളുടെ മാനസികാരോഗ്യം വളരും എന്നാണ് നിങ്ങൾ പറഞ്ഞു തുടങ്ങിയത്, അല്ലേ? അതെ, അതിനോടനുബന്ധിച്ച് നിങ്ങൾക്ക് പറയാം. യെസ്, പറഞ്ഞാട്ടെ. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ പേരൻസിന് യൂഷ്വലി ടൈം കിട്ടാറില്ല പിള്ളേരുടെ കാര്യം കേൾക്കാനൊക്കെ. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വരുമ്പോൾ യൂഷ്വലി ചില സ്കൂൾ തലത്തിലാണെങ്കിൽ കൗൺസിലേഴ്സ് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ട് പിള്ളേരുടെ കാര്യങ്ങൾ കേൾക്കാനൊക്കെ ആയിട്ട്. സ്കൂളിൽ കോളേജുകളിലെല്ലാം ഉണ്ട് കൗൺസിലേഴ്സ്, പക്ഷേ വളരെ കുറവാണ്. ടീച്ചേഴ്സിൻ്റെ എണ്ണം വെച്ച് നോക്കുമ്പോൾ കൗൺസിലേഴ്സിൻ്റെ എണ്ണം വളരെ കുറവാണ്. ഇല്ലാത്ത കോളേജുകൾ വരെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇത് തുടങ്ങുവാണെങ്കിൽ
മേ ബി മെൻ്റൽ ഹെൽത്ത് പിള്ളേരെ വീണ്ടും കൂടും. മാത്രമല്ല അതായത് ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രയാസങ്ങളൊക്കെ വന്ന് പറയുവാൻ തക്കവണ്ണം ഒരാൾ ഞങ്ങളുടെ കോളേജിലുണ്ട് എന്ന് വരികിൽ അത് കൗൺസിലർ എന്നുള്ള പേരോ മറ്റേതെങ്കിലും പേരുകൾ വിളിച്ചുകൊള്ളുക. ഞങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാവുന്നതും ഞങ്ങളുടെ വിഷമങ്ങൾ ഷെയർ ചെയ്യാവുന്നതുമായ ഒരാൾ ഒരു കോളേജിൽ ഉണ്ടായിരിക്കുന്നത് നല്ലതാണെന്ന് അദ്ദേഹം പറയുന്നത് അല്ലേ? അതെ. മാത്രമല്ല ഇപ്പോ മിക്ക കോളേജുകളിലും വന്ന് പഠിച്ചു പോവുക എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ്, അല്ലാതെ ക്യാമ്പസിൽ തന്നെ ജീവിക്കുക എന്നൊരു കോൺസെപ്റ്റ് അല്ല. അങ്ങനെ വീണ്ടും ഇദ്ദേഹം പറഞ്ഞ വലിയൊരു പോയിന്റ് ആണ്. ക്യാമ്പസ് ഒരു ജീവിതമായിട്ട് മാറണം. തീർച്ചയായിട്ടും. അപ്പൊ ക്യാമ്പസ് ജീവിതമാകുക എന്ന് പറയുമ്പോൾ അക്കാഡമിക് ഏരിയ മാത്രമല്ല, ഞങ്ങളുടെ വ്യക്തിത്വത്തിന്റെ മറ്റെല്ലാ മേഖലകളും കേറ്റർ ചെയ്യുന്ന ഒരു സ്ഥലമായിട്ട് ക്യാമ്പസ് മാറണമെന്നാ പറഞ്ഞത് അല്ലേ? തീർച്ചയായിട്ടും. ഇവിടെ വന്നു കഴിഞ്ഞാണ് ഓരോ പരിപാടി, ഇപ്പോൾ ടീച്ചേഴ്സ് സ്കൂളിലൊക്കെ ആണെങ്കിൽ ടീച്ചേഴ്സാണ് ഓരോ പരിപാടിയും കണ്ടക്ട് ചെയ്യുന്നത്. ഇവിടെ വന്നു കഴിയുമ്പോൾ സ്റ്റുഡൻസ് തന്നെയാണ്. ഒരു സെമിനാർ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അങ്ങനത്തെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ പിള്ളേർ തന്നെയാണ് ഫുഡ്, ട്രാവൽ ഇതെല്ലാം തന്നെ ചെയ്യുന്നത്. അത് നല്ലൊരു ട്രെയിനിങ്ങാണ്. നമ്മൾ കണ്ടെത്തുക എന്ന് പറയുന്നതാണ് പ്രായമാകുമ്പോഴത്തേക്ക് നമ്മൾ തന്നെ സ്വയം ചെയ്യേണ്ടതാണ്. ഇതൊക്കെ അത് നല്ലൊരു ട്രെയിനിങ്ങാണ്. അദ്ദേഹം എന്തോ പറയാനായിട്ട് ശ്രമിക്കാണല്ലോ. ഞാൻ എൻ്റെ സുഹൃത്ത് പറഞ്ഞ പോലെ ഒരു കൗൺസിലർ ഉണ്ടാകുക എന്ന് പറഞ്ഞു. ഈ പണ്ട് കാലങ്ങൾ ഞാൻ ഇപ്പോഴത്തെ വെച്ച് താരതമ്യം ചെയ്യല്ല, ഒരു യാഥാർത്ഥ്യം പറയുകയാണ്. പണ്ട് കാലങ്ങളിൽ നമ്മുടെയൊക്കെ എൻ്റെയൊക്കെ ഫാദറൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, കൊച്ചനാമ്മ ടീച്ചർ പഠിപ്പിച്ചു, എന്നെ വഴിക്ക് വെച്ച് കണ്ടു, എന്ത് സ്നേഹമാണ്. പക്ഷെ അന്നത്തെ ആ ഒരു അധ്യാപകർക്ക് അവരുടെ കുട്ടികൾ ഉയർന്നു വരണം, വളർന്നു വരണം എന്നുള്ള ആ ഒരു രീതിയിൽ അവർ കൗൺസിലറായിട്ട് ഇരുന്നിട്ടോ അല്ലാതെ ഒരു പോസ്റ്റ് കൊടുത്തിട്ടോ ഒന്നുമല്ല. അവരുടെ ആ കുട്ടികളോടുള്ള ഇടപെടലാണ് അത് ചോദിച്ചറിയാനും ചെയ്യുവാനും, അല്ലെ ക്ലാസ്സിൽ എല്ലാവരെയും ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ ജോലികൾ ഏൽപ്പിച്ചു. ഇപ്പം അച്ഛൻ തന്നെ പറഞ്ഞു അതൊരു നല്ലൊരു ട്രെയിനിങ് ആണ്. അതായത് ഓരോരുത്തരെ ഓരോ കാര്യങ്ങൾ ഏൽപ്പിക്കും. അത് ചെറുപ്പം തൊട്ട് പണ്ട് കാലങ്ങളിൽ അങ്ങനെ നടന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് പലരും ഒരു ക്രൂക്കട്ട് മൈൻഡഡ് ആണ് എല്ലാവരും എന്താ ചിന്തിക്കുന്നത്, എന്നോട് അവൻ ഇങ്ങനെ ചെയ്തു എന്നാൽ അവൻ ഇങ്ങനെ ഇരിക്കട്ടെ. ആ ഒരു മനോഭാവം ഇന്ന് മനുഷ്യരെല്ലാം സ്വാർത്ഥരായി മാറുന്നതിൻ്റെ ഒരു ലക്ഷണം കൂടിയാണത്. അത് പക്ഷേ പക്വത ആർജിച്ച് വന്നിട്ടുള്ള അധ്യാപകർ കുട്ടികളോട് അത് കാണിക്കാതിരിക്കുക. കാരണം ഞാൻ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധത്തിൽ ഞങ്ങളുടെ സ്വാർത്ഥതയെ ഒന്ന് മാറ്റിയിട്ട് മറ്റുള്ളവരോടുള്ള ഒരു കൺസേൺ ഉണ്ടാകത്തക്ക രീതിയിൽ ഞങ്ങളെ ഒന്ന് എക്വിപ്പ് ചെയ്യണം. സ്വന്തം മക്കളോടാണെങ്കിൽ അവരിത് കാണിക്കില്ലല്ലോ. അത് സ്വന്തം മക്കളും ഇതുപോലെ മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്നുണ്ട്, അവർക്കും അധ്യാപകരുണ്ട് എന്നൊരു കൺസെപ്റ്റിൽ അല്ല, ആ ഒരു ചിന്ത അവരുടെ മനസ്സിലുണ്ടെങ്കിൽ അവർക്ക് മുന്നിലിരിക്കുന്ന കുട്ടികളോടും അതേ രീതിയിലേ പെരുമാറാൻ പറ്റത്തുള്ളൂ. കാരണം അവരുടെ മക്കൾ നാളെ വളർന്നു വരുമ്പോൾ എത്രമാത്രം പക്വതയുണ്ടോ അവരെന്ത് ചെയ്യുന്നോ അതേ ഞങ്ങളും ഈ പ്രായത്തിൽ ഞങ്ങൾ കാണിക്കുന്നുള്ളൂ. അപ്പൊ സ്ഥാപനങ്ങൾ കോകരിക്കുലർ ആക്ടിവിറ്റീസ് വളർത്തുന്നതല്ല, മാനസിക ആരോഗ്യ വളർച്ചയിൽ വലിയൊരു സ്ഥാനമുണ്ട്, പങ്കുണ്ട് എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത് അല്ലേ? അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധം, ആ ബന്ധം എങ്ങനെ ആരോഗ്യപരമായി തീരുന്നോ അതാണ് മാനസികാരോഗ്യം വളരുവാൻ സ്ഥാപനങ്ങളിൽ ചെയ്യാവുന്ന ഒരു വലിയ സംഗതി. ഇദ്ദേഹം എന്തോ പറയാൻ ശ്രമിക്കുക, പറഞ്ഞാട്ടെ. നമ്മുടെ ഇപ്പോൾ എല്ലാ ഫാമിലിയും പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികളായിരിക്കും സ്കൂളിലുണ്ടാകുന്നത്. നമ്മുടെ സ്കൂൾ ലൈഫിനെ സംബന്ധിച്ചിടത്തോളം വീട്ടിലേക്കാൾ കൂടുതൽ സമയം ഒരു കുട്ടി സ്പെൻഡ് ചെയ്യുന്നത് സ്കൂളിലായിരിക്കും. അപ്പം അവൻ്റെ ഒരു ഡെവലപ്മെൻറ്റിൽ വീട്ടുകാരേക്കാൾ കൂടുതൽ ഒരു റോളുള്ളത് തീർച്ചയായിട്ടും അവരുടെ അധ്യാപകർക്കായിരിക്കും. പക്ഷേ ഒരു ബ്രോക്കൺ ഫാമിലിയിൽ നിന്ന് വരുന്നൊരു കുട്ടിയാണെങ്കിൽ അവൻ്റെ ക്ലാസ്സിൽ അവൻ ബിഹേവ് ചെയ്യുന്ന രീതി പലപ്പോഴും അധ്യാപകരെ പ്ലീസ് ചെയ്യുന്ന രീതിയിലായിരിക്കില്ല. ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ അവൻ നിസ്സാരമായി അവൻ പൊട്ടിത്തെറിക്കുമായിരിക്കും. പക്ഷേ അധ്യാപകർ ചെയ്യേണ്ടത് അവനെ പേഴ്സണലി വിളിച്ച് അവൻ്റെ പ്രോബ്ലം ചോദിക്കുന്നതിന് പകരം ഞാൻ പഠിച്ചു വന്ന സ്കൂളുകളിൽ അധ്യാപകരിൽ ഞാൻ കണ്ടിട്ടുള്ളത് അവർ സ്റ്റാഫ് റൂമിൽ പോയി അവർ ലഞ്ച് കഴിക്കുന്ന ടൈമിൽ ഷെയർ ചെയ്യും, ആ കുട്ടി ഇങ്ങനെയാണ്, അവൻ ശരിയല്ല. അപ്പോൾ അങ്ങനെ ഒരു നെഗറ്റീവ് ഇംപ്രഷൻ ആ കുട്ടിയെക്കുറിച്ച് മറ്റു അധ്യാപകരിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് അപ്രോച്ച് ഞങ്ങളെ പഠിപ്പിക്കണം, ഞങ്ങൾക്കത് പഠിക്കണം. ഇദ്ദേഹത്തിന് വലിയ വിശാല മനസ്കനാണല്ലോ ഇദ്ദേഹമേ. ഞങ്ങൾക്കൊരു അണ്ടർസ്റ്റാൻഡിങ് അപ്രോച്ചാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയുള്ള ഒരു അപ്രോച്ചുള്ള വ്യക്തിയായിട്ട് എനിക്ക് വളരണമെന്ന് ആഗ്രഹമുണ്ട്. അത് ഞങ്ങളുടെ സ്ഥാപനങ്ങളിലൂടെ എനിക്ക് പഠിച്ചെടുക്കണമെന്നുണ്ട്. യെസ്, വ്യക്തിപരമായ ഒരു ശ്രദ്ധ പലപ്പോഴും കലാലയ ജീവിതത്തിൽ അധ്യാപകർക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റില്ല. എൻ്റെ ഇപ്പോൾ സുഹൃത്ത് ഇവിടെ പറഞ്ഞ പോലെ പല കുട്ടികളും പല ജീവിത സാഹചര്യങ്ങളിൽ നിന്നാണ് വരുന്നത്. ചിലർ ബ്രോക്കൺ ഫാമിലി, ചിലർ കുഴപ്പമില്ലാത്ത ഫാമിലി. എന്നാലും അവരെല്ലാവരുടെയും ഓരോരുത്തരുടെ മാനസികാവസ്ഥ വെച്ച് ഒരിക്കലും ഒരു കലാലയ ജീവിതത്തിൽ ഞാൻ ഇതുവരെ പഠിച്ചതിൽ എൻ്റെ ഒരു ടീച്ചറും ഒറ്റയ്ക്കെടുത്ത് ഒരു ഫ്രണ്ടിനെയും എടുത്ത് വിളിക്കുകയോ കൗൺസിൽ ചെയ്യുകയോ ഒന്നും ചെയ്യുകയോ ഉണ്ടായിട്ടില്ല. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ എപ്പോഴും ആ ഒരു ബ്രോക്കൺ ഫാമിലി ആണെങ്കിൽ വ്യക്തിപരമായ ശ്രദ്ധ എപ്പോഴും മാതാപിതാക്കൾക്ക് മാത്രമേ കൊടുക്കാൻ ഉള്ളൂ. അതിനോട് നിങ്ങളൊക്കെ എഗ്രി ചെയ്യുന്നുണ്ട്? യെസ്, പറഞ്ഞാൽ. തീർച്ചയായിട്ടും പറഞ്ഞത് നല്ലൊരു കാര്യമാണ്. ഓരോ കുട്ടിയും വരുന്നത് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്നാണ്. ഒരു സ്കൂളിലൊക്കെ ആണെങ്കിൽ പിന്നെയും
കുട്ടികളെ കെയർ ചെയ്യാൻ ടീച്ചേഴ്സിന് സമയം കിട്ടുന്നുണ്ട്. നമ്മൾ കോളേജിലേക്കൊക്കെ വരുമ്പോഴേക്കും മൊത്തം ഒരു ബിസി ലൈഫാണ്. ഒന്നും കൂടി അധ്യാപകർക്കും ബിസിയാണ്, നമുക്കും ബിസിയാണ്. സോ അക്കാഡമിക്കലി അവരുടെ പെർഫോമൻസ് നോക്കിയിട്ടാണ് ടീച്ചേഴ്സ് ഭൂരിഭാഗം പേരും അവരെ ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തരും വരുന്ന അവരുടെ ഫാമിലി സിറ്റുവേഷൻസ് വ്യത്യസ്തമാണ്. അപ്പോൾ അവർക്ക് അവരുടെ രീതിയിൽ ആ ഫാമിലി സാഹചര്യങ്ങൾ അവരുടെ അധ്യാപകരോടും കൂട്ടുകാരോടുള്ള പെരുമാറ്റത്തിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഒന്നും കൂടി നല്ല രീതിയിൽ കുട്ടികളോട് പെരുമാറാൻ അധ്യാപകർക്ക് കഴിയുകയാണ്. അതായത് ഞങ്ങളുടെ അധ്യാപകർ ഞങ്ങളെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഞങ്ങളോട് അപ്രോച്ച് ചെയ്യുന്നവരായിരിക്കണം. എല്ലാ അർത്ഥത്തിലും അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ട് അവരുടെ ഫാമിലിയിൽ സുഖത്തിനോട് ഞാൻ യോജിക്കുന്നു. അധ്യാപകർ നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഒപ്പം തന്നെ കലാലയ ജീവിതത്തിൽ 2-3 ദിവസം ധ്യാനമോ കൗൺസിലിങ്ങോ ആ സുഹൃത്ത് പറഞ്ഞ പോലെ ഒരു കൗൺസിലിങ്ങും ധ്യാനവും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സൊന്നുകൂടെ ഒരു എനർജറ്റിക് ആവും. അതായത് നമുക്ക് ആരോടും ഷെയർ ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ ഒരു കൗൺസിലിങ്ങോ ഒരു ധ്യാനം ഒക്കെ ആകുമ്പോഴത്തേക്കിനും ഒരു വർഷത്തിൽ 1-2 ദിവസം അതിനായിട്ട് സമയം മാറ്റി വെക്കുവാണെങ്കിൽ എല്ലാ കുട്ടികൾക്കും സ്കൂളായാലും കോളേജായാലും അവർക്കൊരു ഉന്മേഷമാവും. ഞങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ള അവസരങ്ങൾ ഒരുക്കുകയാണെന്ന് വരികിൽ അത് കുറച്ച് സഹായകരമായിരിക്കും എന്നുള്ള, അത് അധ്യാപകരോ കൗൺസിലേഴ്സോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കുന്നത് നന്നായിരിക്കും. ഇതുവരെയുള്ള ചർച്ചയിൽ നമുക്ക് മനസ്സിലായത് അധ്യാപകർക്ക് നല്ലൊരു പങ്കുണ്ട്. പ്രത്യേകിച്ച് കോളേജ് പോലുള്ള സ്കൂൾ പോലല്ല. കാരണം കോളേജിലൊക്കെയാണ്, ഈ കോളേജിൽ തന്നെ ആണെങ്കിൽ ഭൂരിഭാഗം 90% ഹോസ്റ്റലിലാണ്. അവർക്ക് വീട്ടിൽ പോയി പേരൻസിനോട് ദുഃഖം പറയാനോ അവർക്ക് ആരുമില്ല. അവർക്ക് ഇവിടുത്തെ സ്റ്റാഫും ഇവിടുത്തെ വാർഡനും മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് ഒരു കൗൺസിലർ വളരെ അത്യാവശ്യമാണ്. ഞാൻ പറഞ്ഞു വന്നത് അത്രയല്ല, എന്ത് മാനദണ്ഡത്തിലാണ് ഒരു ടീച്ചറിനെ ഒരു കോളേജിൽ തിരഞ്ഞെടുക്കുന്നത്. കാരണം ഇപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിലാണെങ്കിലും നെറ്റ് പാസ്സായാൽ മതി ഒരു ടീച്ചറിനെ എടുക്കാൻ. വെറും 18 വയസ്സുള്ളൊരു കുട്ടിയാണ് പഠിപ്പിക്കാൻ പോകുന്നത്. അവൻ്റെ മെൻ്റലി അവനൊരു പ്രശ്നം വന്നാൽ അവരെ ട്രെയിൻ ചെയ്യും. ഇപ്പോൾ സ്കൂളിലാണെങ്കിൽ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് അങ്ങനെ കുറേ കോഴ്സുകളുണ്ട്. പക്ഷേ നമ്മുടെ കോളേജിലോട്ട് വരുമ്പോൾ അതൊന്നുമില്ല. MD/MDS മെഡിക്കലാണെങ്കിൽ MD MDS MS MPharm അവരെ പഠിപ്പിച്ചിട്ടില്ല. പരിചയസിദ്ധരായിട്ടുള്ള അധ്യാപകരുള്ളത് ഞങ്ങൾക്ക് സഹായകരമായി തീരും ഇതുവരെ എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. അത് മാത്രമല്ല ഈ 18 വയസ്സ് ഡീൽ ചെയ്യുന്ന ഒരു 18 വയസ്സുള്ള ഒരു കോളേജ് വരുമ്പോൾ ഒരു കുട്ടിയുടെ പ്രായം അവനവൻ്റെ അഡോളസൻസിന്റെ എത്തിയതേ ഉള്ളൂ, ടീനിലോട്ട് കിടക്കുന്നേ ഉള്ളൂ, 19 ടീനിലോട്ട് കിടക്കുന്നേ ഉള്ളൂ. അവനിനി വളരാൻ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ ഉള്ള സാഹചര്യത്തിൽ വെറും 2 കുട്ടികൾ 1 കുട്ടികളുള്ള ഫാമിലിയിൽ നിന്ന് വരുന്നവൻ പെട്ടെന്നൊരു ഹോസ്റ്റലിലോട്ട് മാറ്റം, അവന് പുതിയ സാഹചര്യങ്ങളോട് അവന് പെരുമാറാൻ അറിയത്തില്ല, സാധിക്കാത്ത രീതിയിൽ. എന്നിട്ടും നമ്മൾ ഇതുപോലെ ചർച്ച വളരെ ഒരു പ്രയോജനമില്ല. കാരണം മാറേണ്ടത് നമ്മളൊന്നുമല്ല, ഒരാളുടെ മാനസിക വളർച്ച ചെയ്യേണ്ടതും അവൻ തന്നെയല്ല, ചുറ്റും അവന്റെ പേരൻസ്, അവന്റെ സമൂഹം, അവനെ പഠിപ്പിക്കുന്നവര്, അതെല്ലാമാണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം. പക്ഷെ ഇതിനകത്ത് പേരൻസും അധ്യാപകരും സമൂഹവും ഒക്കെ നമ്മളെ സഹായിപ്പാൻ തയ്യാറാണ്. എന്നാൽ എനിക്ക് അതിന് മനസ്സില്ല എന്നൊരാൾ പറഞ്ഞാലോ? പേരൻസ് ആദ്യം തൊട്ട് ഇതിലാണെങ്കിൽ കുട്ടി അങ്ങനെ പറയത്തില്ല. പേരൻസിന്റെ അടുത്തുനിന്ന് വളരുന്ന കുട്ടി എങ്ങനെയാ പറയുന്നത്? എനിക്ക് താല്പര്യമില്ല. അവര് വളർത്തുന്ന പോലല്ലേ അവൻ പറയത്തുള്ളൂ. പ്രത്യേകിച്ച് ഇപ്പം അപ്പനും അമ്മയും ജോലി ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ വീട്ടിൽ അപ്പൊ വൈകിട്ട് കഞ്ഞി കുടിക്കാൻ പോലും സാഹചര്യം ഇല്ലാത്ത സ്വീകരിക്കാനുള്ള ഒരു കോർപ്പറേഷനൂടെ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. പക്ഷെ ഒരു കാര്യം കൂടെ, വൈകിട്ട് കഞ്ഞി കുടിക്കാൻ പോലും സാഹചര്യം ഇല്ലാത്ത ഒരു കുട്ടി, അവന്റെ അപ്പനും അമ്മയും ജോലിയിലാണ്, അവനോട് എങ്ങനെ സമയം ഷെയർ ചെയ്യും? വേറെ കുട്ടിയില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ബാക്കി സമൂഹവും അവന്റെ ടീച്ചേഴ്സ് ആണ് മെയിൻ. കാരണം 8 മണിക്കൂറോളം അവൻ സ്കൂളിലാണ് വർക്കിംഗ്. അദ്ദേഹം പറയുന്നത് പേരൻസിനെ പോലെ തന്നെ നമ്മൾ പഠിക്കുന്നതായിട്ടുള്ള കലാലയങ്ങൾക്ക്, അവിടുത്തെ അധ്യാപകർക്ക്, സ്റ്റാഫ് മെമ്പേഴ്സിന് നമ്മുടെ മെൻ്റൽ ഹെൽത്തിൻ്റെ വളർച്ചയിൽ വലിയൊരു പങ്ക് വഹിപ്പാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ വീട് മാത്രമല്ല, നമ്മുടെ സ്ഥാപനങ്ങളും നമ്മുടെ കലാലയങ്ങളും ഒരുപോലെ ഈ കാര്യത്തിൽ തൽപരരാകുന്നെങ്കിൽ മാത്രമേ നമുക്ക് ആവശ്യമായ രീതിയിൽ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് വളരുവാൻ സാധിക്കത്തുള്ളൂ. നിങ്ങളെല്ലാം ഈ മെഡിക്കൽ സ്റ്റുഡൻസ് ആണല്ലോ. നിങ്ങൾ രോഗികളെയൊക്കെ ചികിത്സിക്കാനായിട്ടൊക്കെ പോകുന്നവരാ. ഒരു രോഗിയെ നിങ്ങൾ ചികിത്സിക്കണമെന്ന് വരികിൽ ആ രോഗിയുടെ രോഗം അറിഞ്ഞാൽ മാത്രം മതിയോ, അതോ അതിനപ്പുറമായിട്ട് മറ്റു വല്ലതും അറിയണോ? നിങ്ങളോട് ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ സാറിനോട് ചോദിക്കുകയാണ്, ഇവരുടെ ഈ മെൻ്റൽ ഹെൽത്ത് ഇൻ റിലേഷൻ ടു ദ ട്രീറ്റ്മെൻറ്റ്സ്, അതിന് നമുക്ക് അടിസ്ഥാനപരമായിട്ട് ഈ രോഗിയും ഡോക്ടറും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഒന്ന് അല്പമായിട്ടൊന്ന് പറയാമോ? ഏത് മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തെ കരിക്കുലം പരിശോധിച്ചാലും അതിൻ്റെ അകത്ത് 3 വിധത്തിലുള്ള സ്കിൽസാണ്
അല്ലെങ്കിൽ അതിനുള്ള അറിവാണ് ഈ വിദ്യാർത്ഥികൾ സ്വായത്തമാകേണ്ടത്. ഒന്ന് നോളജ്, അതായത് ബൗദ്ധികമായിട്ടുള്ള അക്കാഡമിക്. രണ്ട് സ്കിൽ, കൈകൊണ്ട് നമ്മൾ ചെയ്യുന്നതിനെ പറ്റിയുള്ള ട്രെയിനിങ്, അതിനാണ് നമുക്ക് പ്രാക്ടിക്കലൊക്കെ ഉള്ളത്. മൂന്ന് ആറ്റിറ്റ്യൂഡ്. പലപ്പോഴും ഇതെല്ലാം ഇതിൻ്റെ അകത്ത് കരിക്കുലത്തിൻ്റെ അകത്ത് ഉള്ളതെന്നല്ലാതെ, പിന്നെ അധ്യാപകരിൽ നിന്ന് പഠിക്കുന്നതല്ലാതെ കുട്ടികൾക്ക് എങ്ങനെയാണ് ഒരു പേഷ്യൻറ്റുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാനുള്ളതിനെ പറ്റി പ്രത്യേകിച്ച് ട്രെയിനിങ് ഒന്നും ഒരു വിദ്യാഭ്യാസ മേഖലയും കൊടുക്കുന്നില്ല. പിന്നെ അവരത് പഠിക്കുന്നത് അവരുടെ ടീച്ചേഴ്സ് രോഗികളുമായിട്ട് എങ്ങനെ പെരുമാറുന്നു, പലപ്പോഴും അതുകൊണ്ടാണ് കണ്ടാണ് പഠിക്കുന്നത്. രോഗികളോട് സംസാരിക്കുന്നതും അവരോടുള്ള പെരുമാറ്റത്തിലും അവരോട് സ്നേഹമായിട്ട് പെരുമാറുന്നതും, എങ്ങനെ നമ്മുടെ രോഗികൾ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യാനുള്ള രീതിയിൽ ചിലപ്പോൾ സംസാരിച്ചു തരും. അപ്പോൾ അത് നമ്മൾ നല്ലൊരു ആറ്റിറ്റ്യൂഡ് ഉള്ളവർക്ക് മാത്രമേ, അതായത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുന്നതിൽ ഈ അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തിൽ ഒരു പങ്കുണ്ട് എന്നുള്ളതാണ് അല്ലേ? സിസ്റ്റർ അതിനോട് യോജിക്കുന്നുണ്ടോ? സിസ്റ്ററെ യോജിക്കുന്ന എന്തോ ചെയ്യാൻ നോക്കും നമുക്കതിന്? അധ്യാപകരും നല്ലൊരു പങ്ക് വഹിക്കണം അതിന്, പിള്ളേരെ നന്നായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അധ്യാപകർക്ക് ഇതിനകത്ത് വലിയൊരു പങ്കുണ്ട് എന്നുള്ളതാണ് അധ്യാപകരായിട്ടുള്ള ഇവരെ ഊന്നി പറയുന്നതായിട്ടുള്ള സംഗതി. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊരു രോഗിയുമായിട്ട് ഡീല് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ഈ രോഗിയുമായിട്ട് നമുക്കൊരു ബന്ധമുണ്ടാകണ്ടേ? തീർച്ചയായും. അത് രോഗി ഡോക്ടർ എന്നുള്ള ബന്ധമാണോ, അതിനപ്പുറമായിട്ടുള്ള എന്തോ ബന്ധമാണ്? നിങ്ങൾക്കൊന്ന് പറയാമോ? യെസ്. നമ്മൾ ആദ്യമായിട്ട് ഒരു രോഗിയെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് അവരോടുള്ള ഒരു മെന്റൽ അപ്രോച്ച് പോലെ ഇരിക്കും. അവർ തിരിച്ച് നമ്മളോട് ഷെയർ ചെയ്യുന്ന ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് പറഞ്ഞത്, നമ്മുടെ ആറ്റിറ്റ്യൂഡ് പോലെ ഇരിക്കും. അവരെന്താണ് നമ്മളോട് ഷെയർ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ. മേ ബി അവരുടെ മാനസികമായിട്ടുള്ള എന്തെങ്കിലും ഒരു കുറവോ, അത് ഫിസിക്കൽ ഹെൽത്തിനേക്കാളും കൂടുതൽ അവർക്ക് മാനസികമായി അവരെ എഫക്ട് ചെയ്തിരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും മെയിനായിട്ട് അവരുടെ ഒരു ഹെൽത്ത് ഇഷ്യൂ. അത് നമ്മൾ ജസ്റ്റ് ഒരു ഡോക്ടർപരമായിട്ട് നമ്മൾ അവരോട് സമീപിച്ചാൽ അവർ ആ ഒരു രീതിയിൽ മാത്രമേ, ഹെൽത്ത് കണ്ടീഷൻ വെച്ചിട്ട് മാത്രമേ അവർ നമ്മളോട് നമ്മൾ ആദ്യം തന്നെ രോഗത്തിൽ അധികം സ്ട്രെസ് ചെയ്യാതെ അവരിൽ ഒരാളാണെന്ന് അവരെ ബോധ്യം വരുത്തിയിട്ട് അവരോട് ഒരു പെരുമാറി കഴിഞ്ഞു കഴിഞ്ഞാൽ അതേപോലുള്ള അപ്രോച്ച് ആയിരിക്കും നമുക്ക് തിരിച്ചും ലഭിക്കുന്നത്. അതുവഴി നമുക്ക് അവരോട് മിങ്കിൾ ചെയ്തിട്ട് അതിൽ നിന്ന് അവരുടെ അവസ്ഥകൾ മനസ്സിലാക്കുവാനും അവർക്കൊരു കമ്പാഷൻ നമ്മളുടെ ഭാഗത്തു നിന്ന് കാണിക്കാനും കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു രോഗിയുടെ രോഗം മാറ്റുന്നതിൽ വലിയൊരു പങ്കെന്ന് പറയുന്നത് ആ രോഗിക്ക് ഡോക്ടറിലുള്ള വിശ്വാസമാണ്. ഇപ്പൊ എത്ര വലിയ രോഗമായിക്കോട്ടെ, ആ ഡോക്ടറുടെ വാക്ക്, അതായത് ഇത് സുഖമാവും, നമുക്ക് പ്രശ്നമില്ല, ഭേദപ്പെടുമെന്നൊരു വാക്ക് കൊടുത്താൽ അത് വലിയൊരു സ്വാധീനം രോഗിയിൽ. സുഖമാകാത്തൊരു അസുഖത്തിന് സുഖമാകുമെന്ന് ഡോക്ടർക്ക് പറയാൻ നോക്കുവോ? അങ്ങനെയല്ല, പക്ഷെ അതൊരു എന്താ പറയാ, ഒരു രോഗത്തെ മാറ്റുന്നതിൽ വലിയൊരു പങ്ക് അയാളുടെ മാനസിക സ്ഥിതിയാണ്. അതായത് ഒരു ആത്മവിശ്വാസം അല്ലെങ്കിൽ ശുഭപ്രതീക്ഷ. ഒരു ഫോൾസ് പ്രോമിസ് നമുക്ക് രോഗിക്ക് കൊടുക്കാൻ നോക്കുവോ? അങ്ങനെയല്ല. നമ്മളിപ്പോ എത്രയോ വലിയ ക്യാൻസറിനെ അതിജീവിച്ച് പലരും എത്തുന്നുണ്ട്. അതിൽ വലിയൊരു പങ്കെന്ന് പറയുന്നത് ആ രോഗിക്ക് സ്വയം ഉണ്ടാകുന്ന ആത്മവിശ്വാസം അല്ലെങ്കിൽ ശുഭപ്രതീക്ഷയാണ്. ഇത് നൽകുന്നതിൽ വലിയൊരു പങ്ക് വിശ്വാസം അവരിൽ ഉണ്ടാക്കാം. ഫോൾസ് പ്രോമിസുകൾ ഒരിക്കലും രോഗിക്ക് കൊടുക്കരുത്. അപ്പം രോഗിയും ഈ ഡോക്ടറും ചികിത്സകനും തമ്മിലുള്ള ഒരു ബന്ധം, ആ ബന്ധം എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. യെസ്, ഒരു ഉദാഹരണം പറയാം. ഇന്ന് പേഷ്യൻസ് പറയുന്ന ഏറ്റവും വലിയൊരു കംപ്ലൈൻറ്റ് ഡോക്ടർ ചൂടായി ദേഷ്യപ്പെട്ട് സംസാരിച്ചു എന്നതാണ്. അപ്പം ഈ ഡോക്ടറിൻ്റെതായ കുറേ പ്രശ്നങ്ങളുണ്ട്. അവരുടെ ആന്തരിക മുറിവുകളാണ് അവരെ ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി ആ സംസാരത്തിലേക്ക് അവരെ നയിക്കുന്നത്. ഒരിക്കലും ഒരു ഡോക്ടർ ആയെന്ന് വെച്ചുകൊണ്ട് ഒരാൾ ഒരു ദൈവത്തെ പോലെയോ പ്രശ്നങ്ങളില്ലാത്ത ഒരു വ്യക്തിയോ സാധാരണ മനുഷ്യൻ തന്നെയാണ്. ഇപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാരിൽ തന്നെ ഒരാൾ യൂദാസ് ഉണ്ടായിരുന്നു. അപ്പം മെഡിക്കൽ ഫീൽഡിലും അങ്ങനെ ഉണ്ടാകാം. അപ്പോൾ അവർ ദേഷ്യപ്പെട്ടു എന്ന് വെച്ചുകൊണ്ട് അത് അവരുടെ ആന്തരിക മുറിവുകളാണ്, അവർക്ക് അറിവ് ഉള്ളവരാണ്, അത് അംഗീകരിക്കുക. അപ്പം ചെറിയ ചെറിയ കാര്യങ്ങൾ പർവ്വതീകരിക്കാതെ നോക്കുക. നേരത്തെ പറഞ്ഞ വിഷയമാണെങ്കിൽ ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾ കൂടുതൽ സെൻസിറ്റീവ് ആകുന്നൊരു രീതിയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ചെറിയ വിഷമങ്ങൾ പോലും അവർ പർവ്വതീകരിക്കുന്നു. അവർക്ക് പലതും താങ്ങാൻ പറ്റുന്നില്ല. പണ്ടത്തെ ജനറേഷൻസ് അങ്ങനെ ആയിരുന്നില്ല. അവർക്ക് കൂടുതൽ സഹിക്കേണ്ടി വന്നതുകൊണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും അവർക്ക് താങ്ങാനുള്ള ഒരു കപ്പാസിറ്റി അവർക്കുണ്ടായിരുന്നു. ഇന്നത്തെ പിള്ളേർക്ക് അങ്ങനെയല്ല. അവരപ്പം ടോളറൻസ് ലെവൽ കുറയാൻ ഇന്നത്തെ സിസ്റ്റം അങ്ങനെയാണ് പിള്ളേരെ വളർന്നത്. ഈ മെന്റൽ ഹെൽത്ത് കുറയുന്നതിന്റെ ഒരു അടയാളമാണ് ഈ ടോളറൻസ് ലെവൽ കുറയുക എന്ന് പറയുന്നത്. ഇദ്ദേഹം എന്തോ പറയാൻ ശ്രമിക്കാമല്ലോ, പറഞ്ഞാട്ടെ. രോഗികളോട് കമ്പാഷനേറ്റ് ആയിട്ട് സംസാരിക്കണം. അതിനേക്കാളും കൂടുതൽ ഞാൻ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നുന്നത് നമ്മൾ രോഗികൾ പറയുന്നതെല്ലാം കേൾക്കാനുള്ള ഒരു ഡോക്ടർ ഷുഡ് ബി എ ഗുഡ് ലിസണർ റാദർ ദാൻ എ ഗുഡ് സ്പീക്കർ. അപ്പോഴാണ് നമ്മൾ കൂടുതൽ കേൾക്കുമ്പോഴാണ് അവരുടെ ഓരോ സിംറ്റംസ്, സൈൻസ് അവരിപ്പോൾ പറയുന്നത് ചിലപ്പോൾ യാതൊരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും. പക്ഷെ അത് നമ്മൾ എങ്ങനെ സോർട്ട് ഔട്ട് ചെയ്ത് കറക്റ്റ് ഒരു ടൈമിങ് നമ്മൾ കേൾക്കാനായിട്ട്
തയ്യാറാകണം എന്നാണ് എനിക്ക് ഒരു ലിസണിങ് കപ്പാസിറ്റി നമ്മൾ വളർത്തിയെടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. രോഗിയും ഡോക്ടറും തമ്മിൽ നല്ല ഒരു ബന്ധമുണ്ടാകണമെങ്കിൽ ഡോക്ടർ എപ്പോഴും രോഗിയെ റെസ്പെക്റ്റ് ചെയ്തിരിക്കണം. രോഗി കോപ്പറേറ്റീവ് ആകണമെന്നില്ല. രോഗി രോഗാവസ്ഥയായിരിക്കും ചിലപ്പോൾ പ്രകടിപ്പിക്കുന്നത്. പക്ഷെ എന്ന് വരികിൽ ഇയാളും ഒരു വ്യക്തിയാണ്, വിലയുള്ളൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. ഇപ്പം രോഗിയായെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ വ്യക്തിത്വത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഈ രോഗിയുമായിട്ട് ആ രോഗിയെ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കുകയാണെങ്കിൽ നല്ല ഒരു ബന്ധം ഈ രോഗിയുമായിട്ടുണ്ടാകും. അങ്ങനെ ഒരു ബന്ധം ഉണ്ടാകുകയാണെന്ന് വരികിൽ ഈ രോഗിക്ക് ഒരു കമ്പാഷനേറ്റ് അപ്രോച്ചിൽ നമുക്ക് ആ രോഗിയെ സഹായിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളെല്ലാം ഈ മെഡിക്കൽ ഫീൽഡിൽ ഡോക്ടർമാരൊക്കെ ആകാനായിട്ട് പോകുന്നവരാണ്. നിങ്ങളെ സമീപിക്കുന്ന രോഗികൾക്ക് ഒരു റെസ്പെക്റ്റ് കൊടുത്ത് അവരുമായി നല്ല ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുവാനായിട്ട് നിങ്ങളെ കൊണ്ട് തീരുമാനിക്കാൻ സാധിക്കുമോ? യെസ്, സേ യെസ്. ഓ, ദാറ്റ്സ് വെരി ഗുഡ്. ഐ റിയലി അപ്രീഷിയേറ്റ് യു ഓൾ. അപ്പോൾ രോഗികളുമായിട്ട് നല്ല ഒരു ബന്ധം പുലർത്തുവാൻ ഞങ്ങൾ തീരുമാനിക്കുന്നു എന്നാണ് നിങ്ങൾ പറഞ്ഞത്. തീർച്ചയായിട്ടും അത് നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നടക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്കറിയാമല്ലോ, 85% ശാരീരിക രോഗങ്ങളും മനസ്സിൽ നിന്ന് ഉടലെടുക്കുന്നതാണ്, ഈവൻ ക്യാൻസർ. അപ്പോൾ 85% രോഗവും മനസ്സിൽ നിന്ന് ഉടലെടുക്കുന്നതാണെങ്കിൽ നമ്മൾ പ്രധാനമായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത് മനസ്സിനെയാണ്. മനസ്സിനെ ട്രീറ്റ് ചെയ്താൽ ഈ രോഗിയുടെ രോഗാവസ്ഥയിൽ നിന്ന് ഒരു പരിധി വരെ ഈ രോഗിക്ക് വിടുതൽ ലഭിക്കാൻ തക്കവണ്ണം ആകുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയാണെന്ന് വരികിൽ ഇത്രയും നേരം നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ, ഒന്ന്, ഭവനത്തിലൂടെ എങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാനസിക ആരോഗ്യം കൊടുക്കാം, അതിനുള്ള അന്തരീക്ഷം എങ്ങനെ ഉണ്ടാക്കാം, കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ സമയം എങ്ങനെ കൊടുക്കാം, അവരുമായിട്ട് അധികം പ്രഷർ ചെലുത്താതെ എങ്ങനെ കുറേ സമയം വർത്തമാനം പറയുവാനും അവരുമായിട്ട് നല്ല ബന്ധം ഉണ്ടാക്കുവാനും സാധിക്കും. അതോടൊപ്പം തന്നെ പഠിക്കുന്ന വിദ്യാലയങ്ങൾക്ക് ഒരു വലിയ പങ്കുണ്ട്. അധ്യാപകർ ഞങ്ങളെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഒരു അണ്ടർസ്റ്റാൻഡിങ് അപ്രോച്ച് തരികയാണെങ്കിൽ ഞങ്ങളുടെ മാനസികാരോഗ്യം കുറച്ചും കൂടെ വളരും. അപ്പോൾ ഞങ്ങളെ താരതമ്യം ചെയ്യാതെ ഞങ്ങളെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഒരു അണ്ടർസ്റ്റാൻഡിങ് അപ്രോച്ചിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്താൽ ഞങ്ങളുടെ മാനസികാരോഗ്യം കൂടുതൽ വളരും. അതോടൊപ്പം തന്നെ ഇതുപോലുള്ള വിദ്യാലയങ്ങളിലൂടെ മൂല്യബോധം വർദ്ധിപ്പാൻ തക്കവണ്ണം സ്പിരിച്വൽ ഒരു നറിഷ്മെൻ്റ് ഉണ്ടാകുവാൻ തക്കവണ്ണം ഇങ്ങനെയുള്ള വിദ്യാലയങ്ങൾ ഞങ്ങളെ സഹായിക്കുകയാണെങ്കിൽ അതും ഞങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെ കൂടുതലായിട്ട് സഹായിക്കുമെന്നാണ് നിങ്ങൾ പറഞ്ഞു. എല്ലാറ്റിനും ഉപരിയായിട്ട് നിങ്ങളൊരു തീരുമാനമെടുത്തു, ഞങ്ങളുടെ മുൻപാകെ വരുന്ന രോഗികളെ ഞങ്ങൾ റെസ്പെക്റ്റ് ചെയ്യും. അവരെ റെസ്പെക്റ്റ് ചെയ്യുമ്പോൾ അവരെ നമ്മൾ അംഗീകരിക്കുകയും ഒരു കമ്പാഷനേറ്റ് അപ്രോച്ച് അവർക്ക് കൊടുക്കാൻ സാധിക്കുകയും ചെയ്യും. അങ്ങനെയാണെന്ന് വരികിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടർ രോഗി ബന്ധം ഒരു ആരോഗ്യമുള്ള ബന്ധമായിട്ട് മാറും. അത് കൂടുതൽ കൂടുതൽ ഫലകരമായ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ നയിക്കും. അതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആശംസയോടും കൂടെ ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദ പ്രൊഡ്യൂസർ, വൈറ്റ് ടിപ്സ്, ശാലോം ടെലിവിഷൻ, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്, കേരള, ഇന്ത്യ. പിൻ 673528. ഇമെയിൽ shalomwhitetips@gmail.com.